അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 500-നുള്ളിൽ 3, 7 എന്നീ സംഖ്യകൾ കൊണ്ട് നിശ്ശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇത് കാണാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം 3ന്റെ 7ന്റെയും LCM കണ്ടുപിടിക്കുക. 3നും 7നും തമ്മിൽ ഡിവൈസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് LCM 3 × 7 21 അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ തന്നിട്ടുള്ള നമ്പർ 500നെ ഈ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് എത്രയാണ് ഉത്തരം കിട്ടുന്നതെന്ന് നോക്കാം. ആ ഉത്തരമായിരിക്കും നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ 500/21 ഒന്ന് ചെയ്ത് നോക്കാം. 500ൽ 21, 50ൽ 2 തവണ, അപ്പൊ 2 21 42, ബാക്കി 8, 0 താഴേക്ക് ഇറക്കി 80, 80ൽ 3 തവണ 63, 17 ശിഷ്ടം. അപ്പൊ നമ്മുടെ ഉത്തരം 23 23 തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള 23 സംഖ്യകളുണ്ട് 500ന്റെ താഴെ. എന്ത് 21 കൊണ്ട് ഹരിക്കാൻ പറ്റിയ എത്ര സംഖ്യകളുണ്ട്? 23 സംഖ്യകളുണ്ട്. ഇനി അതെങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ എടുത്തതെന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ ചെയ്യാം. അതറിയാവുന്നവർ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 3ഉം 7ഉമാണ് നമ്മുടെ നമ്പർ. 2 കൊണ്ടും ഹരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ LCM എടുത്തത്. LCMന്റെ പ്രത്യേകത, LCM 3ഉം അതിന്റെ പാർട്ടാണ്. 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി LCM എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതേ കാര്യം സംഭവിക്കുന്ന അടുത്ത നമ്പർ ഏതാണ്? പിന്നെ ഉള്ളത് LCMന്റെ മൾട്ടിപ്പിൾസ് ആണ്. 42ൽ ആണ് പിന്നെ ഈ കാര്യം ചെയ്യാൻ പറ്റുന്നത്. ഏത് കാര്യം? 3 കൊണ്ടും ഹരിക്കാം, 7 കൊണ്ടും ഹരിക്കാം. 3 കൊണ്ട് ഹരിച്ചാൽ 14 കിട്ടും, 7 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന അടുത്ത നമ്പർ ഏതായിരിക്കും? ഈ LCMന്റെ അടുത്ത മൾട്ടിപ്പിൾ. ഇത് രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ മൾട്ടിപ്പിൾ 63ലും ഇതേ കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ LCMന്റെ മൾട്ടിപ്പിളുകൾ ഇങ്ങനെ ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഈ ഒരു കാര്യം വർക്കാവുള്ളൂ. ഒരേ സമയം 3 കൊണ്ടും 7 കൊണ്ടും ഹരിക്കാൻ പറ്റും. അങ്ങനെ LCM എത്ര തവണ ഈ 500ന്റെ ഉള്ളിൽ വരുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ ഡിവൈസ് ചെയ്തത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 21ന്റെ മൾട്ടിപ്പിൾസ് ഒരു 21, 42, 63, അങ്ങനെ ഇങ്ങനെ 84 എന്ന് പറഞ്ഞ് 500ന്റെ തൊട്ടടുത്ത് വരെ എത്തണം. 500ന്റെ തൊട്ട് മുന്നേ ഏതാണ് നമ്പർ എന്ന് നോക്കാം. അത് 483 ആയിരിക്കും. അങ്ങനെ ഇത് ഓരോന്നായിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ കൗണ്ട് ചെയ്ത് വന്ന് 483 എന്ന് പറയുന്നത് 23ാമത്തെ നമ്പർ ആയിരിക്കും. അങ്ങനെ ചെയ്യാതെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ 500നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? ആ LCM വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഉത്തരം 23 സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്രയാണ്? 23 ആണ്.